അപ്പോ അശ്വതി, ഇപ്പോൾ നമുക്ക് പോയിന്റ് നില സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇതുവരെയുള്ള പോയിന്റ് നില, അതായത് 5:34 വന്ന പോയിന്റ് നില ഇപ്പൊ വായിക്കുന്നതാണ്. കണ്ണൂർ 872 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. ഞാൻ കണ്ണൂരുകാരൻ, അതുകൊണ്ടായി സന്തോഷം കാണിച്ചത്. ഓക്കെ, അടുത്തതായി കോഴിക്കോട് 864, 8 പോയിന്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പാലക്കാട് 862 പോയിന്റ്, അപ്പൊ 2 പോയിന്റിന്റെ ഡിഫറൻസ് ആണ്. അപ്പോ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. തൃശ്ശൂർ ഇപ്പൊ ചിത്രത്തിലില്ല, പക്ഷെ 1-2 പോയിന്റ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. കപ്പ് കണ്ണൂര് കൊണ്ടുപോകുന്നതാണ്. ഞാനിങ്ങനെ പ്രാദേശികമായിട്ട് ചിന്തിക്കുകയല്ല, എന്നാൽ ഉള്ളിനുള്ളിലൊരു കണ്ണൂരുകാരെന്നുള്ളൊരു വികാരം വരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ആളെ വിളിക്കാലോ. ശ്രീറാം പി GHSS പട്ടാമ്പി. ഓടക്കുഴലിലും ശാസ്ത്രീയ സംഗീതത്തിലും എ ഗ്രേഡ് അല്ലേ? എ ഗ്രേഡ് നേടിയ ശ്രീറാം ഇതാ. എനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഓടക്കുഴൽ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തുക. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ ശ്രീറാം, ഓൾ ദ ബെസ്റ്റ്. ശ്രീറാം, എത്ര കാലമായി ഓടക്കുഴൽ വാദനം അഭ്യസിക്കുന്നു? 7 വർഷമായി അല്ലേ? ആരാണ് ഗുരു? ഞാനിപ്പോൾ ചെന്നൈയിൽ ജയൻ സാറിൻ്റെ അടുത്ത് പഠിക്കുന്നു. ജയൻ സാർ ചെന്നൈയിലാണ്. അപ്പോൾ ആദ്യം പെർഫോം ചെയ്യുന്നത് ഇവിടെ വേദിയിൽ പെർഫോം ചെയ്തതാണ്? അല്ല, സിനിമാ ഗാനമാണ് അല്ലേ? അപ്പോൾ ശ്രീറാമിന് മനസ്സിലായി, ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ അവരുടെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ശ്രീറാമിന് വിട്ട് തന്നിരിക്കുകയാണ് വേദി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ശ്രീറാം. ശ്രീരാഗമോ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ശരത് സംഗീതം നൽകിയ അല്ലേ ശ്രീരാഗമോ എന്ന പാട്ട്. ഇപ്പോഴും മലയാളികളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു പാട്ടാണ് ശ്രീരാഗമോ. പാട്ട് പാടോ? നമുക്ക് വേണ്ടി ഒരു 2 വരി മൂളാമോ? ഏതെങ്കിലും ശ്രീരാഗമോ തന്നെ ആയാലോ? വരികൾ അത്ര പഠിച്ചിട്ടില്ല. വരികൾ അറിയാതെ ഏതെങ്കിലും 2 വരി പാട്ട് ശാസ്ത്രീയ സംഗീതം ആയിക്കോട്ടെ. ശേഷാചലനായകം ഭജാമി വിശേഷഫലപ്രദായകം ശേഷാചലനായകം ഭജാമി വിശേഷഫലപ്രദായകം ശേഷാചലനായകം ഭജാമി. ഓടക്കുഴലിലൂടെ അടുത്തതായി വായിക്കാൻ പോകുന്നത് എന്താണ്? എന്ത് ശ്രീരാമന് ഇഷ്ടമുള്ളത് വായിക്കാം, കാരണം ഇത്രയും ആളുകൾ നിൽക്കുകയല്ലേ. ഞാൻ സമ്മാനം കൊടുത്തോട്ടെ? ഇല്ല, ഒരു മിനിറ്റ്. സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓടക്കുഴൽ എടുക്കുന്നത്? യെസ്, വായിക്കൂ. ഓക്കെ. അടുത്ത ഇതുകൂടെ വേണം, അടുത്ത ഇതുകൂടെ വേണം. ലാ ലാ ലാ
താങ്ക് യു വെരി മച്ച്. ഹൃദ്യമായിരിക്കുന്നു. എന്തായാലും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ ശ്രീറാമിന്. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, ഇനിയും ഈ സിദ്ധി മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വീണ്ടും സമ്മാനം ഗ്ലുവ ചിപ്സ്, ടേസ്റ്റ് ദ ഹാപ്പിനെസ്. ആൻഡ് ദിസ് ഈസ് ആയുർവേദ മിക്സിന്റെ മുൾട്ടാണി മിൽറ്റി പ്രീമിയം ആയുർവേദിക് സോപ്പാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു മനു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തതായി വീണ്ടും പാഠവുമായി ഒരു കൊച്ചു കലാകാരൻ എത്തുന്നു. സിദ്ധാർത്ഥ് എം നമ്പൂതിരി, പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ. ആദ്യമായിട്ടാണോ വരുന്നേ? അതെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 8ല്. ആദ്യമായിട്ടാണ് എത്തുന്നത്. എത്ര നാൾ അഭ്യസിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്? ഇല്ല, ഞാൻ കലോത്സവത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തതാണിത്. ആ, 2-3 മാസം കൊണ്ടുള്ള പരിശീലനത്തിലാണ് ഇപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരെ എത്തി നിൽക്കുന്നത്. എ ഗ്രേഡ് ആണോ? അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പെർഫോം ചെയ്തോളൂ. ആരാണോ എന്റെ വാക്ക് കണക്കാക്കാതെ കണ്ട് യാസ്യ പ്രത്യുദ്ധാസ്യതി, യാവനൊരുത്തൻ ഇവന് പ്രത്യുദ്ധാനത്തെ ചെയ്യുന്നുവോ, ഇരുന്ന സ്ഥലത്ത് നിന്നെഴുന്നേറ്റ് ഇവനെ ആദരിക്കാൻ പുറപ്പെടുന്നത്, സ മേ ദണ്ഡ്യ, അവനെ ഞാൻ ശിക്ഷിക്കും. ഈ ശിക്ഷ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ര പരിഭ്രമിക്കാനുണ്ടോ? കുറച്ചു കാലം കാരാഗ്രഹത്തിൽ ഒറ്റ കിടക്കേണ്ടി വരും. ഇപ്പൊ പുറത്തേക്കാളും സുഖകത്താന്നാ കേൾക്കണേ. അനവധി കേമന്മാരകത്ത് കിടക്കുന്നുണ്ടല്ലോ. പണ്ട് ഭരിച്ചേർന്നവരുൾപ്പെടെ ഇനി അനവധി കേമന്മാരങ്ങോട്ട് പോവാനും ഉണ്ടെന്നാഹ കേൾക്കണേ. അപ്പൊ കാരാഗ്രഹവാസം പരിഭ്രമിക്കണ്ട എന്നാണെങ്കിൽ അതല്ല എൻ്റെ ശിക്ഷ. പിന്നെയോ മുക്കാലിക്കെട്ടി ചമ്മട്ടി കൊണ്ടുള്ള അടിയാവും. അതുമല്ല എൻ്റെ ശിക്ഷ. ദ്രവ്യം കൊണ്ടുള്ള ശിക്ഷയാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ആരാണോ എൻ്റെ വാക്ക് കണക്കാക്കാതെ കണ്ട് ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരണ സമയത്ത് അവനെ ആദരിക്കാൻ പുറപ്പെടുന്നത്, സ മേ സുവർണം ദാസ്യതി, അവരെനിക്ക് സ്വർണം തരണം. തീർന്നോ? ഇത്രയേ ഉള്ളോ? ആ, ഇതാരാ? ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാ? സ്ക്രിപ്റ്റ് അല്ല, ഇത് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് എടുത്തു തന്നു. പക്ഷേ അതിലത്തെ ശൈലിയും ബാക്കി കാര്യങ്ങളും അത്രയും വൃത്തിയായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്നെ എൻ്റെ മുത്തശ്ശിയും അതുപോലെ ഒരു ചാക്യാരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ മാധവൻ ചാക്യാർ, അമ്മന്നൂര്, അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഇല്ല, സെലിബ്രിറ്റീസ് അകത്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഓരോ ദിവസവും ഓരോ സെലിബ്രിറ്റീസ് പോയിക്കൊണ്ടിരിക്കുക. മാത്രമല്ല അകത്ത് കിടക്കുന്നവർക്ക് വലിയ സുഖമാണിപ്പോ. എന്താ അറിയോ, അവരുടെയൊക്കെ കൂലി എത്രയാ 6 ഇരട്ടിയാക്കിയിരിക്കുന്നത്. ഇപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് ലക്ഷാധിപതികളാണ് ഇനിയിപ്പോ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂരിൽ നിന്നൊക്കെ ഇറങ്ങി വരിക. അതുകൂടെ ഒന്ന് അടുത്ത എവിടെയെങ്കിലും അവതരിപ്പിക്കുക, അതുകൂടെ ഒന്ന് പരാമർശിച്ചോളണം കേട്ടോ. ശരി, നമുക്ക് സമ്മാനം കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നന്നായിട്ട് അവതരിപ്പിച്ചു. ഞാൻ ആദ്യം കണ്ടപ്പോൾ വെച്ച ഒരു ടെൻഷനൊക്കെ, അയ്യോ ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇനി എങ്ങനെ പെർഫോം ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷെ അനായാസം ഭംഗിയായി അവതരിപ്പിച്ചു. ഓക്കെ, ഗംഭീരായിരിക്കുന്നു കേട്ടോ. ഗ്ലുവ ചിപ്സും ആയുർവേദ മിക്സ് അലോവേര സോപ്പുമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ടേസ്റ്റ് ഹാപ്പിനെസ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ